AI സെലക്ട് ചെയ്ത് അടുത്ത ആഴ്ചയിലേക്ക് അപ്പിലേക്ക് പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കിനെ എങ്ങനെ സെലക്ട് ചെയ്യാമെന്നും സ്റ്റോക്കിന്റെ വിശദാംശങ്ങളും നോക്കാം. സ്റ്റോക്ക് മാർക്കറ്റിനെ വിവിധ ഘടകങ്ങളാൽ സ്വാധീനിക്കുന്നു. സാങ്കേതിക വിശകലനം, അടിസ്ഥാന ഗവേഷണം, വിപണി പ്രവണതകളെക്കുറിച്ചുള്ള അവബോധം എന്നിവയുടെ സംയോജനത്തോടെ സ്റ്റോക്ക് തിരഞ്ഞെടുപ്പിനെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്. വരാനിരിക്കുന്ന ആഴ്ചയിൽ സാങ്കേതികവിദ്യ, പുനരുപയോഗിക്കാവുന്ന ഊർജ്ജം, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ പോസിറ്റീവ് സാമ്പത്തിക സംഭവവികാസങ്ങളിൽ നിന്ന് പ്രതിരോധശേഷി കാണിക്കുന്നതോ പ്രയോജനം നേടുന്നതോ ആയ മേഖലകളിൽ നിക്ഷേപകർ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. സമീപകാല ത്രൈമാസ ഫലങ്ങൾ, വോളിയം ട്രെൻഡുകൾ, മാർക്കറ്റ് സെന്റിമെന്റ്സ് എന്നിവ പോലുള്ള പ്രധാന സൂചകങ്ങൾ മികച്ച പ്രകടനം നടത്തുന്നവരെ ഉയർത്തിക്കാട്ടുന്നു. കൂടാതെ ഗ്ലോബൽ മാർക്കറ്റ് പോയിന്റ്സ്, പോളിസി അനൗൺസ്മെന്റ്സ്, എർണിംഗ് അപ്ഡേറ്റ്സ്, ക്വാർട്ടർലി റിസൾട്ട്സ് എന്നിവ പോലുള്ള ബാഹ്യ ഘടകങ്ങൾ മാർക്കറ്റ് ട്രാക്ക് രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കും. വ്യക്തിഗത നിക്ഷേപ ലക്ഷ്യങ്ങളുമായി ഈ ഘടകങ്ങളെ വിന്യസിക്കുന്നതിലൂടെ നിക്ഷേപകർക്ക് ഹ്രസ്വകാല വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ തിരിച്ചറിയാൻ കഴിയും. HDFC ബാങ്ക് ലിമിറ്റഡ് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ ബാങ്കിംഗ്, ഫിനാൻഷ്യൽ സർവീസ് കമ്പനിയാണ് HDFC ബാങ്ക് ലിമിറ്റഡ്. ആസ്തി പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലാ ബാങ്കും 2024 മെയ് വരെ വിപണി മൂലധനം അനുസരിച്ച് ലോകത്തിലെ 10ാമത്തെ വലിയ ബാങ്കുമാണ്. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ് FII 48.02%, DAM 35.31%, പബ്ലിക് 16.67%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 65,447, ഏർണിംഗ് പെർ ഷെയർ 90.42, റേഷ്യോസ് 14.03. ടെക്നിക്കൽ ലെവൽസ്. ഓൾ ടൈം ഹൈ 1836, 52 വീക്സ് ഹൈ 1836, ലാസ്റ്റ് വീക്സ് ഹൈ 1759. HDFC ബാങ്ക് അതിന്റെ സ്റ്റോക്ക് പ്രകടനത്തിൽ ശ്രദ്ധേയമായ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു. ആഗോള സൂചികകൾക്കുള്ളിൽ അതിന്റെ കരുത്തുറ്റ അടിസ്ഥാന ഘടകങ്ങളും വെയിറ്റേജിൽ പ്രതീക്ഷിക്കുന്ന വർധനവും കാരണം ഈ സ്റ്റോക്ക് സ്ഥിരമായി ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഈ ക്രമീകരണം ഏകദേശം $1.88 ബില്യൺ ഒഴുക്കിനെ ആകർഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് അതിന്റെ അപ്ട്രെൻഡിലേക്ക് കൂടുതൽ പിന്തുണയ്ക്കുന്നു. ശ്രദ്ധേയമായി റെക്കോർഡ് ഉയരങ്ങൾ കൈവരിച്ചതിനു ശേഷം HDFC ബാങ്കിന്റെ വിപണി മൂലധനം ആദ്യമായി 14 ലക്ഷം കോടി രൂപ കടന്നു. സ്റ്റോക്ക് നിലവിൽ 1800 അടുത്താണ് വ്യാപാരം നടക്കുന്നത്. ചരിത്രപരമായി ഈ ശ്രേണിയിൽ റെസിസ്റ്റൻസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും MSCI വെയിറ്റേജ് അഡ്ജസ്റ്റ്മെന്റിനെ ചുറ്റിപ്പറ്റിയുള്ള ബാങ്കിന്റെ ശക്തമായ അടിസ്ഥാന കാര്യങ്ങളും പോസിറ്റീവ് മൂവ്മെന്റ്സും ദീർഘകാല നേട്ടങ്ങൾക്ക് അത് മികച്ചതാണ്. സാങ്കേതിക സൂചകങ്ങൾ ഒരു നിർണായക റെസിസ്റ്റൻസ് മേഖല നിർദ്ദേശിക്കുന്നു. ഏത് ബ്രേക്കൌട്ടും ഗണ്യമായ മുകളിലേക്കുള്ള ആക്കം കൂട്ടാൻ സാധ്യതയുണ്ട്. 2025 സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ HDFC ബാങ്ക് അറ്റാദായത്തിൽ 5.3% വർധനവ് രേഖപ്പെടുത്തി 16,821 കോടി രൂപയിലെത്തി. ബാങ്കിന്റെ അറ്റ പലിശ വരുമാനവും 10% വർദ്ധിച്ച് 30,113 കോടി രൂപയായി. കൂടാതെ അതിന്റെ മൊത്തം നിക്ഷേപം വർഷം തോറും 15.1% വർദ്ധിച്ച് 25,100,000 കോടി രൂപയിലെത്തി. ഈ ശക്തമായ സംഖ്യകൾ ബാങ്കിന്റെ പ്രവർത്തന കാര്യക്ഷമതയ്ക്കും പ്രധാന ബിസിനസ് മേഖലകളിലെ സ്ഥിരമായ വളർച്ചയ്ക്കും അടിവരയിടുന്നു. HDFC ബാങ്കിന്റെ മികച്ച ക്വാർട്ടർ ടു പ്രകടനം, പോസിറ്റീവ് മാർക്കറ്റ് സംഭവവികാസങ്ങളും തന്ത്രപരമായ സൂചിക ക്രമീകരണങ്ങളും സംയോജിപ്പിച്ച് ദീർഘകാല നിക്ഷേപകർക്ക് ഇതിനെ നിർബന്ധിത തിരഞ്ഞെടുപ്പാക്കി മാറ്റുന്നു. സ്റ്റോക്ക് ഒരു നിർണായക പ്രതിരോധ മേഖലയ്ക്ക് സമീപമാണെങ്കിലും അതിന്റെ അടിസ്ഥാനങ്ങളും മാർക്കറ്റ് പൊസിഷനിംഗും ഗണ്യമായ വളർച്ചാ സാധ്യതയെ സൂചിപ്പിക്കുന്നു. നിക്ഷേപകർക്ക് അടുത്ത ആഴ്ചയിലേക്ക് പരിഗണിക്കാവുന്ന ഒരു മികച്ച ഓപ്ഷൻ ആണ് HDFC ബാങ്ക്. പ്രഡിക്ഷൻ. ധനം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ കണ്ടെത്തൽ പ്രകാരം സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെന്റ് നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ട്രാൻസ്ഫോർമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ്. ത്രിവേണി ഇലക്ട്രിക് കമ്പനി ലിമിറ്റഡ് എന്ന പേരിൽ 1994 കമ്പനി ആദ്യം സംയോജിപ്പിച്ചത്. 1995 കമ്പനിയുടെ പേര് പിന്നീട് ട്രാൻസ്ഫോർമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്നാക്കി മാറ്റി. നിലവിൽ അഹമ്മദാബാദിലെ ചെങ്ങോദറിലും ഒധവിലും കമ്പനിക്ക് 2 നിർമ്മാണ കേന്ദ്രങ്ങളുണ്ട്.
വിപുലീകരണ പദ്ധതികളുടെ ഭാഗമായി 2006 കമ്പനി യൂണിറ്റ് ഏറ്റെടുത്തു. കമ്പനിയുടെ ബിസിനസ് പ്രധാനമായും പവർ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമറുകൾ, ഫർണസ് ട്രാൻസ്ഫോർമറുകൾ, റെക്ടിഫയർ ട്രാൻസ്ഫോർമറുകൾ, സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ഫോർമറുകൾ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ട്രാൻസ്ഫോർമറുകളുടെ നിർമ്മാണവും വിൽപ്പനയും ഉൾക്കൊള്ളുന്നു. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 66.16%, FII 9.34%, DII 6.93%, പബ്ലിക് 17.57%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 47, ഏർണിംഗ് പെർ ഷെയർ 3.24, റേഷ്യോസ് 8.02. ടെക്നിക്കൽ ലെവൽസ്. ഓൾ ടൈം ഹൈ 1045, 52 വീക്സ് ഹൈ 1045, ലാസ്റ്റ് വീക്സ് ഹൈ 949. ട്രാൻസ്ഫോർമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് അതിന്റെ സ്റ്റോക്ക് വിലയിൽ ശ്രദ്ധേയമായ കുതിച്ചുചാട്ടം രേഖപ്പെടുത്തി. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ 31%, കഴിഞ്ഞ വർഷം 452% ഉയർന്നു. ശക്തമായ ഓർഡർ ഒഴുക്കും മികച്ച സാമ്പത്തിക പ്രകടനവുമാണ് ഈ വളർച്ചയ്ക്ക് കാരണമായത്. സെൻസെക്സ് പോലുള്ള പ്രധാന സൂചികകളെ മറികടന്ന് ഓഹരി നിക്ഷേപകർക്കിടയിൽ അതിന്റെ ആകർഷണം പ്രകടമാക്കി. കൂടാതെ കമ്പനിയുടെ ഓഹരികൾ നിലവിൽ അവരുടെ 5 ദിവസം, 50 ദിവസം, 200 ദിവസത്തെ മൂവിംഗ് ആവറേജിനേക്കാൾ വളരെ കൂടുതലാണ്. അതിന്റെ ബുള്ളിഷ് ആക്കം കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. TARIL കാര്യക്ഷമമായ മൂലധന വിനിയോഗം പ്രകടമാക്കിയിട്ടുണ്ട്. അതിന്റെ റേഷ്യോയിൽ പ്രതിഫലിക്കുന്നതുപോലെ ശക്തമായ പുനർനിക്ഷേപ തന്ത്രങ്ങളാൽ ദീർഘകാല വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നു. 2024 സെപ്റ്റംബർ വരെ 3500 കോടി രൂപയുടെ ഓർഡർ ബുക്കിന്റെ പിന്തുണയോടെ കമ്പനി ശക്തമായ വളർച്ച നിലനിർത്തുന്നു. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള 565 കോടി രൂപയുടെ കരാർ പോലെയുള്ള സമീപകാല വലിയ ഓർഡറുകൾ അതിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നു. TARIL 2025 സാമ്പത്തിക വർഷത്തിലെ മികച്ച ഫലങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഏകീകൃത അറ്റാദായം കഴിഞ്ഞ വർഷം ഇതേ പാദത്തിലെ 1.61 കോടി രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ 1274% വാർഷിക ലാഭം ഉയർന്ന് 45.25 കോടി രൂപയായി ഉയർന്നു. പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം 461 കോടി രൂപയായി ഉയർന്നു. 79.5% വാർഷിക വർധനവ്. എബിഡിഡ 20.74 കോടി രൂപയിൽ നിന്ന് 80.97 കോടി രൂപയായി ഉയർന്നു. ഇത് മാർജിൻ 8.04% നിന്ന് 17.11% ആയി ഗണ്യമായി മെച്ചപ്പെടുത്തി. ഈ അളവുകൾ കമ്പനിയുടെ പ്രവർത്തനക്ഷമതയും വർദ്ധിച്ചുവരുന്ന ലാഭക്ഷമതയും എടുത്തുകാണിക്കുന്നു. കൂടാതെ ഈ പാദത്തിൽ TARIL പുതിയ ഓർഡറുകളിൽ 1031 കോടി നേടി. ഇത് വിപണിയിൽ അതിന്റെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തി. ട്രാൻസ്ഫോർമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് ശക്തമായ ഓർഡർ വരവ്, മെച്ചപ്പെട്ട മാർജിനുകൾ, ഉറച്ച സാമ്പത്തിക ഫലങ്ങൾ എന്നിവയാൽ അസാധാരണമായ പ്രകടനം കാഴ്ചവച്ചു. വലിയ പദ്ധതികൾ സുരക്ഷിതമാക്കാനും നടപ്പിലാക്കാനുമുള്ള കമ്പനിയുടെ കഴിവ് അതിന്റെ വളർച്ചയുടെ പാതയെ ശക്തിപ്പെടുത്തുന്നു. സ്റ്റോക്ക് അടിസ്ഥാനപരമായി ശക്തമായി തുടരുമ്പോൾ കഴിഞ്ഞ വർഷത്തെ കുത്തനെയുള്ള റാലി ഹ്രസ്വകാല നിക്ഷേപകർക്ക് ജാഗ്രതയുടെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നു. ദീർഘകാല സാധ്യതകൾ വാഗ്ദാനമായി കാണപ്പെടുന്നു. പ്രഡിക്ഷൻ. ധനം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ കണ്ടെത്തൽ പ്രകാരം സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെന്റ് നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൺക്ലൂഷൻ. അടുത്ത ആഴ്ചയിൽ HDFC ബാങ്കും ട്രാൻസ്ഫോർമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ഇന്ത്യ ലിമിറ്റഡും അവരുടെ ശക്തമായ സാമ്പത്തിക പ്രകടനവും വിപണി സ്ഥാനവും അടിസ്ഥാനമാക്കി ശക്തമായ മത്സരാർത്ഥികളായി ഉയർന്നുവരുന്നു. HDFC ബാങ്കിന്റെ അറ്റാദായത്തിലെ സ്ഥിരമായ വളർച്ച, ശക്തമായ അറ്റ പലിശ വരുമാനം, MSCI വെയിറ്റേജ് അഡ്ജസ്റ്റ്മെന്റുകൾ കാരണം പ്രതീക്ഷിക്കുന്ന നിക്ഷേപം എന്നിവ ദീർഘകാല സ്ഥാപന നിക്ഷേപകർക്ക് ഇത് സ്ഥിരതയുള്ള തിരഞ്ഞെടുപ്പാക്കി മാറ്റുന്നു. അതേസമയം TARILന്റെ അസാധാരണമായ ക്വാർട്ടർ 2 ഫലങ്ങൾ, ഗണ്യമായ ലാഭവളർച്ച, വിപുലീകരിക്കുന്ന വരുമാനം, ഒരു സോളിഡ് ഓർഡർ ബുക്ക് എന്നിവയാൽ അടയാളപ്പെടുത്തി. ട്രാൻസ്ഫോർമർ മേഖലയിലെ അതിന്റെ പ്രവർത്തനക്ഷമതയും വിപണി മേധാവിത്വവും എടുത്തുകാണിക്കുന്നു. 2 സ്റ്റോക്കുകളും ശ്രദ്ധേയമായ അവസരങ്ങൾ അവതരിപ്പിക്കുന്നു. HDFC ബാങ്ക് സ്ഥിരതയും TARIL വളർച്ചാ സാധ്യതയും വാഗ്ദാനം ചെയ്യുന്നു. ഇത് വരും ആഴ്ചയിലെ മികച്ച പിക്കുകളാക്കി മാറ്റുന്നു. Thank you.